ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി പരാതി. തിരുവനന്തപുരം മുഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് അക്രമം. സാമൂഹ്യവിരുദ്ധരാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? രോഹിണി, തിരുവനന്തപുരം ജില്ലയിൽ ഉഴമലയ്ക്കലിന് സമീപത്ത് മങ്ങാട്ടുപാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം നടന്നത്. ഇത് ക്ഷേത്രമെന്ന് പറയുന്നെങ്കിൽ പോലും നമ്മളുടെ നിലവിലെ സങ്കല്പത്തിൽപ്പെടുന്ന ക്ഷേത്രമല്ല. അതായത് കല്ലുകൾ വെച്ച് പാറയ്ക്ക് മുകളിൽ കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ട് ആ പ്രദേശവാസികൾ ആയിരവല്ലി തമ്പുരാൻ എന്ന ഒരു സങ്കല്പത്തിൽ, ശിവസങ്കല്പത്തിൽ, ആയിരവല്ലി എന്ന ശിവസങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ കല്ലുകൾ ഈ ചതുരാകൃതിയിൽ അടുക്കി വെക്കുകയും അങ്ങനെ ആ രീതിയിൽ ഒരു പാരമ്പര്യ സമ്പ്രദായത്തിൽ ഈ ആചാരങ്ങൾ നടത്തി വരുന്ന, വിളക്ക് കത്തിക്കുന്ന ഒരു സങ്കല്പ സ്ഥാനം കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം ഉണ്ടായത്. ആ ക്ഷേത്രത്തിന് നടുവിലായി സ്ഥാപിച്ച ആ ശിവലിംഗ പ്രതിഷ്ഠ തകർത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് ഫ്രണ്ടിലായി കൽമണ്ഡപം ഉണ്ടായിരുന്നു. കൽമണ്ഡപം പൂർണ്ണമായും നശിപ്പിക്കുകയും അവിടുന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റ് വിളക്കുകളടക്കം ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന വിളക്കുകളടക്കം നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രദേശവാസികൾ ആരും ഉണ്ടെന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ പ്രദേശവാസികൾ ആയ ആളുകളെല്ലാം അവിടെ എത്തുകയും ഇത്തരത്തിൽ ആരാധന നടത്തുകയും ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടാവുകയും ഇത് ക്ഷേത്രം തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആ പ്രദേശത്ത് ഇതിൽ പ്രതിഷേധിച്ച്, അതായത് ഇത്തരം അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികൾ ഒന്നാകെ അവിടെ ഹർത്താൽ ആചരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിൽ പോലീസ് പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. അതിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ അടക്കം എതിരെ രംഗത്ത് വരുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പാറ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട്. ആ പാറക്കോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണോ എന്നടക്കമുള്ള സംശയങ്ങളും ഇത്തരത്തിൽ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ഇതൊരു സംശയമായി നിലനിൽക്കുകയാണ്. പക്ഷേ അമ്പലം തകർക്കപ്പെട്ടു എന്നത് സത്യമാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരം സംഭവം ഉണ്ടായത്. പ്രദേശവാസികൾ ഒന്നാകെ അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ട്. രോഹിണി, അതുമാത്രമല്ല പ്രശാന്ത്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം ശിവലിംഗത്തോടൊപ്പം തന്നെ കൽവിളക്കുകളും ഒക്കെ തച്ച് തകർത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുമ്പോൾ മദ്യപ സംഘമൊന്നുമല്ല, തികച്ചും ആസൂത്രിതമായി ഇത് കണക്കാക്കി വന്ന ഒരു കൂട്ടർ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വേണ്ടേ അനുമാനിക്കാൻ? രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു ആസൂത്രണ ശ്രമമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. 2022 സമാനമായ രീതിയിൽ ക്ഷേത്രത്തിന് നേരെ ഒരു അക്രമം ഉണ്ടായിട്ടുള്ളതായിട്ട് ഭാരവാഹികൾ പറയുന്നു. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ ക്ഷേത്രം നശിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യത്തിൽ ആസൂത്രിതമായിട്ട് നടന്നതാണോ എന്ന കാര്യവും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശിവലിംഗ പ്രതിഷ്ഠ നശിപ്പിച്ച് കളയുകയും അവിടുന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൽവിളക്കുകളടക്കം അവിടുന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഇതിനൊരു ആസൂത്രണമായിട്ടുള്ള നീക്കമാണോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ളതായും ഇപ്പോൾ എന്തായാലും ഈ പ്രദേശവാസികളും ഉന്നയിക്കുന്നുണ്ട്. വിഷയത്തിൽ പോലീസിന്റെ അടക്കം അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാകുകയാണ്. ആ പ്രദേശത്ത്, ഉഴമലക്കൽ പ്രദേശത്ത് നിന്ന് ഹർത്താൽ ആചരിക്കുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഹർത്താൽ ആചരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഒരു വലിയ സമൂഹം അവിടെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇത്തരത്തിൽ ഈ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്ന് പറയുന്നത്, അങ്ങനെ ശിവന്റെ ഒരു പ്രതിരൂപം എന്ന നിലയിൽ ആയിരവല്ലി ഭഗവാനെ പൂജിക്കുന്ന, ശിവലിംഗം വെച്ചുകൊണ്ട് പൂജിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പാരമ്പര്യമായ രീതിയിൽ ഈ വിധി പ്രകാരമാണ് അവിടെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നതും. ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉള്ളൊരു ക്ഷേത്രത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും പ്രതിഷ്ഠ തന്നെ എടുത്തു മാറ്റുക. കൽവിളക്കുകൾ, 5 തട്ടുള്ള കൽവിളക്കുകൾ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്തിരുന്നു. അത് പൂർണ്ണമായും എടുത്തു മാറ്റി അവിടെ നിന്ന് നശിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കല്ലുകൾ അടക്കം നശിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു
നിലയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ആക്രമണം നടന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളടക്കം, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധം ശക്തവുമാണ് രോഹിണി. ശരി പ്രശാന്ത്. ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി പരാതി. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് അക്രമം. സാമൂഹ്യവിരുദ്ധരാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.